വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റേഴ്സാണ് കേട്ടോ. 5ാം ക്ലാസ്സിലെ സോഷ്യലും സയൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ പുതിയ SCRT ചാപ്റ്റേഴ്സാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ PSC ആവർത്തിക്കുന്ന SCRT ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ജിനുവിൻ്റെ ഡയറി കുറിപ്പാണ് നൽകിയിരിക്കുന്നത്. സയൻസ് ക്ലാസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ടംബ്ലറിൽ പിങ്ക് നിറമുള്ളൊരു ദ്രാവകം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇതിൽ എന്താണ് ഉണ്ടായിരുന്നത്? രണ്ടാമത്തെ ടംബ്ലറിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. 2 ടംബ്ലറും ടീച്ചർ മേശപ്പുറത്ത് വെച്ചു. ആദ്യത്തെ ടംബ്ലറിൽ പിങ്ക് നിറമുള്ള ദ്രാവകം ഈ ഒഴിഞ്ഞ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചത്? രണ്ടാമത്തെ ടംബ്ലറിലേക്ക് പകർത്തിയപ്പോൾ ആ പിങ്ക് ദ്രാവകം എന്തായിട്ട് മാറി? മഞ്ഞ നിറമായിട്ട് മാറി എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ മഞ്ഞ നിറം മാറിയതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ടൊരു ശാസ്ത്ര കിറ്റ് നൽകിയിട്ടുണ്ട്. നമുക്ക് പല സാമഗ്രികളും ശേഖരിച്ച് വയ്ക്കുന്ന കിറ്റാണ് ഈ ശാസ്ത്ര കിറ്റ് എന്ന് പറയുന്നത്. അതായത് എന്താണ്? വെള്ളം, അതുപോലെ തന്നെ വിനാഗിരി, പിങ്ക് നിറമുള്ള വെള്ളം, പുളിവെള്ളം, നാരങ്ങ നിരുപ്പൊക്കെ അങ്ങനെയൊക്കെ എല്ലാം കൂടിയിട്ടൊരു ശാസ്ത്ര കിറ്റ് ഉണ്ടാക്കാനൊക്കെ പറയുന്നുണ്ട്. പിള്ളേരോട് പറയുന്നൊരു ആക്ടിവിറ്റീസാണ്. നോക്കി, ശാസ്ത്ര കിറ്റിൽ കരുതി വെച്ച ഗ്ലാസ് ടംബ്ലറുകൾ ഇപ്പോൾ നിരത്തി വെക്കുക. അതിൽ വിനാഗിരി, പുളിവെള്ളം, ഉപ്പ് ലായനി, ചാരം കലക്കിയ വെള്ളം, നാരങ്ങ നീര്, അപ്പക്കാർ ലായനി എന്നിവ പ്രത്യേകം ഗ്ലാസ്സുകളിൽ 2-3 തുള്ളി വീതം ചേർക്കാം. അപ്പോൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ മഞ്ഞ നിറം ലഭിക്കുന്നുണ്ടോ? അപ്പോൾ എന്തായിരിക്കും ആ പിങ്ക് ദ്രാവകം എന്ന് പറയുന്നത്? ജിനുവിൻ്റെ ഡയറിയിൽ നമ്മൾ കണ്ടൊരു പിങ്ക് ദ്രാവകം ഉണ്ടായിരുന്നല്ലോ. ആ പിങ്ക് ദ്രാവകം എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇത് നൽകിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് വായിച്ച് നോക്കാം. ജിനുവിൻ്റെ ഡയറിയിൽ പരാമർശിച്ച പരീക്ഷണത്തിൽ മഞ്ഞ നിറം ലഭിക്കാനായിട്ട് 2ാമത്തെ ക്ലാസ്സിൽ ടീച്ചർ ചേർത്തിരിക്കാൻ സാധ്യതയുള്ള പദാർത്ഥങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിക്കേണ്ടത്. അതായത് നമ്മൾ പറഞ്ഞു അല്ലേ, കുറച്ച് ഗ്ലാസ്സുകളിലായിട്ട് കുറേ പുളിവെള്ളം, അതുപോലെ തന്നെ നാരങ്ങ നീര്, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പിങ്ക് നിറം എന്നുള്ളത് മഞ്ഞ നിറമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും അവിടെ എന്തുകൊണ്ടായിരിക്കണം അവിടെ പിങ്ക് കളർ മഞ്ഞ നിറമായിട്ട് മാറിയത്? പിങ്ക് നിറം എന്തിൻ്റെ ഇതാണ്? ആസിഡ് ആയിരിക്കും അല്ലേ. ആസിഡിൻ്റെ ഒരു പ്രസൻസ് കാരണമാണ് അവിടെ പിങ്ക് കളർ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതിലൊക്കെ ആയിരിക്കും ഈ മഞ്ഞ നിറമായിട്ട് മാറിയിട്ടുണ്ടാവുക? അതിൽ ആസിഡ് വെള്ളം ഏതൊക്കെയാണെന്ന് നോക്കിയാൽ പോരെ. നാരങ്ങയും നീര് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആസിഡ് വെള്ളമാണ്. അതുപോലെ തന്നെ എന്താണ്? വിനാഗിരി എന്ന് പറയുന്നത് എന്താണ്? അസറ്റിക് ആസിഡാണ്. അപ്പോൾ വിനാഗിരി. അതുപോലെ തന്നെ എന്താ? പുളിവെള്ളം എന്ന് വെച്ചാൽ ടാർട്ടാറിക് ആസിഡാണ്. അപ്പോൾ ഇവ 3 എന്താണ്? ആസിഡുകളാണ് അല്ലേ. അപ്പോൾ ആസിഡുകളിലാണ് എന്തായിട്ട് മാറിയിരിക്കുന്നത്? ഈ പിങ്ക് നിറം മഞ്ഞവെള്ളമായിട്ട് മാറിയിരിക്കുന്നത്. പതിമുഖ വെള്ളത്തിന് നിറം മഞ്ഞയാക്കിയ പദാർത്ഥങ്ങൾക്ക് രുചിയിൽ എന്തെങ്കിലും പൊതു സ്വഭാവമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പതിമുഖ വെള്ളത്തിന് നിറം എന്തായിട്ട് മാറി? മഞ്ഞയാക്കി മാറിയിട്ടുണ്ട്. ഈ പതിമുഖ വെള്ളത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഉണ്ട് അല്ലേ. അവയൊക്കെ എന്താണ്? പുളി രുചിയുള്ളവയാണ്. ചില ആസിഡുകൾ അടങ്ങിയത് കൊണ്ടാണ് അവയ്ക്ക് പുളി രുചിയുള്ളത്. പുളി രുചിയുള്ളതിലാണെന്നുണ്ടെങ്കിൽ, അതായത് ആസിഡുകൾക്ക് എന്താണ്? പുളി രുചി ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതായത് നമുക്ക് ആസിഡിൻ്റെ കളറും എന്താണ് സ്വഭാവം എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടൊരു ആക്ടിവിറ്റീസാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കണ്ടുപിടിച്ചു ഒരു പിങ്ക് നിറമുള്ളത് മഞ്ഞ നിറമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? അവിടെ ഒരു ആസിഡിൻ്റെ ബേസ് ഉള്ള കാരണമായിരിക്കണം അങ്ങനെ മാറിയിട്ടുണ്ടായിരിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? എന്തെങ്കിലും രുചിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. രുചിയൊക്കെ എന്താണ്? പുളി രുചിയമാണ്. അതായത് ചില ആസിഡുകൾക്ക് എന്താണ്? പുളി രുചിയുണ്ടെന്ന് മനസ്സിലാക്കുക. പുളി രുചിയുള്ളവയാണ്. ചില ആസിഡുകൾ അടങ്ങിയത് കൊണ്ടാണ് അവയ്ക്ക് പുളി രുചിയുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു ഗ്ലാസ്സിൽ ദ്രാവകം എന്ന ക്രമത്തിൽ താഴെ പറയുന്ന ദ്രാവകങ്ങൾ ഗ്ലാസ്സിൻ്റെ പകുതി ഭാഗം വരെ ഒഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോപ്പ് വെള്ളം, നാരങ്ങ നീര് എന്നിവയൊക്കെ ഒഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കളറാണ് അവിടെ കിട്ടിയിരിക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ലിറ്റ്മസ് പേപ്പർ എന്നാണ് വായിച്ച് നോക്കാം കേട്ടോ. ലിറ്റ്മസ് പേപ്പർ എന്ന് വെച്ചാൽ എന്താണ്? മരങ്ങളിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ച് വളരുന്ന സസ്യവിഭാഗമായ ചിലയിനം ലൈക്കണുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ് എന്ന് പറയേണ്ട. മരങ്ങളിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ച് വളരുന്ന സസ്യവിഭാഗമായ ചിലയിനം ലൈക്കണുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ഈ ചായത്തിനെയാണ് ലിറ്റ്മസ് എന്ന് പറയുന്നത്. ഇത് നിറമാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട്. ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കാം. ഈ ലൈക്കൺസിൻ്റെ സത്ത് ഒന്നുമില്ലെങ്കിൽ കടലാസിൽ ആക്കിയിട്ട് അതെന്നാക്കി ലിറ്റ്മസ് പേപ്പർ ആക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ലിറ്റ്മസ് ലായനി ഉണ്ടാക്കാം. നീല ചുവപ്പ് നിറത്തിലുള്ള ലിറ്റ്മസ് പേപ്പറുകൾ ലായനികളും സ്കൂൾ ലബോറട്ടറി ലഭ്യമായിരിക്കും. നീലയും ചുവപ്പ് നിറം ഉണ്ട് ലിറ്റ്മസ് പേപ്പർ എന്ന് അറിയില്ല. അപ്പോൾ ലിറ്റ്മസ് പേപ്പറിന് എന്താണ് ലൈക്കണുകളിൽ നിന്ന് ലഭിക്കുന്നതെന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ,
ഓരോ ദ്രാവകം നീല ലിറ്റ്മസിലും ചുവന്ന ലിറ്റ്മസിലും ആക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കളറാണ് ലഭിക്കുന്നത് നമുക്ക് നോക്കാം. വിനാഗിരി എന്ന് പറയുന്നത് എന്താണ്? വിനാഗിരി നീല ലിറ്റ്മസിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് കളറായിരിക്കും ലഭിക്കുക? ചുവപ്പ് കളറായിരിക്കും ലഭിക്കുക കേട്ടോ. വിനാഗിരി എന്ന് പറയുന്നത് റെഡ് കളറാണ് നീല ലിറ്റ്മസിലാണെന്നുണ്ടെങ്കിൽ. ഇനി ചുവപ്പ് ലിറ്റ്മസിലാണെന്നുണ്ടെങ്കിലും റെഡ് കളർ തന്നെയായിരിക്കും. അതുപോലെ തന്നെ നാരങ്ങ എന്ന് പറയുന്നത് സെയിം തന്നെയാണ് കേട്ടോ, റെഡ് കളർ തന്നെയായിരിക്കും. ഇനി തെളിഞ്ഞ ചുണ്ണാമ്പുള്ളതാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നീല കളറായിരിക്കും. നീല കളർ കേട്ടോ, ബ്ലൂ ആയിരിക്കും. ഈ ചുവപ്പിലാണെന്നുണ്ടെങ്കിലും നീലയിലാണെന്നുണ്ടെങ്കിലും. അപ്പം പിന്നെ നമുക്ക് ഓരോന്നൊക്കെ നോക്കാം. മോരാണെങ്കിൽ ചുവപ്പായിരിക്കും, പുളിവെള്ളമാണെങ്കിൽ ചുവപ്പായിരിക്കും അല്ലേ. ഏതെല്ലാം ദ്രാവകങ്ങളാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റിയത്? ഏതെല്ലാം ദ്രാവകങ്ങളിലാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റിയത് നോക്കിയേ. നാരങ്ങാനീര് അല്ലേ, നാരങ്ങാനീര്. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? വിനാഗിരി. നാരങ്ങാനീര്, വിനാഗിരിയൊക്കെ എന്താണ്? റെഡ് കളറിലുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിനെയൊക്കെ എന്താണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റിയത്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റിയത് ഏതൊക്കെയാണ്? വിനാഗിരി, നാരങ്ങാനീരാണ്. ഇനി ഏതെല്ലാം ദ്രാവകങ്ങളാണ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കി മാറ്റിയത്? ചുണ്ണാമ്പ് വെള്ളം, അതുപോലെ തന്നെ എന്താണ്? ചാരവെള്ളം. ചാരവെള്ളം എന്നൊക്കെ പറയുന്നത് എന്താണ്? ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കി മാറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പരീക്ഷണം പോലെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആസിഡുകളും ബേസുകളും എന്നാണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങളെയാണ് ആസിഡുകൾ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? നീല ലിറ്റ്മസിനെ ബ്ലൂവിന് എന്താക്കി മാറ്റും? റെഡാക്കി മാറ്റും അല്ലേ. അങ്ങനെ ആക്കുന്ന പദാർത്ഥങ്ങളെയാണ് ആസിഡുകൾ എന്ന് പറയുന്നത്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ബേസുകൾ എന്ന് പറയും. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ബേസുകൾ എന്ന് പറയും. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങളെയാണ് ആസിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആസിഡും ബേസും പഠിച്ചല്ലോ, എന്താണെന്നുള്ളത് പഠിച്ചല്ലോ അല്ലേ. നമ്മൾ പറഞ്ഞു, ഇപ്പം നേരത്തെ പറഞ്ഞ ആസിഡ് എന്നൊക്കെയാണ് വിനാഗിരി, നാരങ്ങാനീരൊക്കെ എന്താണ്? ആസിഡ് വരുന്നവയാണ്. ചുണ്ണാമ്പ് വെള്ളം അതുപോലെ തന്നെ ചാരവിളക്ക് എന്നിൽ വരുന്നതാണ് നീല, അതായത് ബേസിൽ വരുന്നവയാണ്. ഇനി ലിറ്റ്മസിന് ഒരു പകരക്കാരൻ, നമ്മൾ ലിറ്റ്മസ് ഉപയോഗിച്ചിട്ടാണ് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ലിറ്റ്മസിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ചെമ്പരത്തിപ്പൂ നന്നായിട്ട് ഉരച്ച് പിടിപ്പിക്കുക, എന്നിട്ട് ആ പേപ്പർ ഉണക്കി എടുത്തിട്ട് ലിറ്റ്മസിന് പകരം ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് സൂചകങ്ങൾ എന്ന് പറയുന്നത്? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സൂചകമാണ്. നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് സൂചകങ്ങൾ എന്ന് പറയുന്നത്. ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഒരു സൂചകമാണ്. അപ്പോൾ നമ്മൾ ലിറ്റ്മസ് പേപ്പറാണ് നമ്മൾ സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക. കുറച്ചുകൂടി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് +1 +2 വരുമ്പോഴും അതുപോലെ തന്നെ ലാസ്റ്റ് 8, 9 10 വരുമ്പോൾ ലബോറട്ടറി കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് വേറെ സൂചകങ്ങൾ കാണുന്നതിനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ആ സൂചകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്? ലബോറട്ടറി സൂചകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? നീല, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾക്ക് പുറമെ ലബോറട്ടറിയിൽ സാധാരണ ഉപയോഗിക്കുന്ന 2 സൂചകമാണ് ഫിനോഫ്തലീനും മീഥൈൽ ഓറഞ്ചും. നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ വിനാഗിരി എന്ന് പറയുന്നത് ഫിനോഫ്തലീനിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് മാറ്റമാണ് സംഭവിക്കേണ്ടത്? വിനാഗിരി എന്ന് പറയുന്നത് ഫിനോഫ്തലിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? നിറം ഉണ്ടായിരിക്കില്ല കേട്ടോ. മീഥൈൽ ഓറഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഇളം പിങ്ക് കളർ അല്ലെങ്കിൽ ഇളം ചുവപ്പ് കളറൊക്കെയാണ് മീഥൈൽ ഓറഞ്ചിലാണെന്നുണ്ടെങ്കിൽ ആയി മാറാം. ഇനി തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഫിനോഫ്തലിനെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിങ്ക് കളറായിട്ടാണ് മാറുന്നത്. ഇനി മീഥൈൽ ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഇളം മഞ്ഞ കളറായിട്ടാണ് മാറുന്നത്. ഇനി നാരങ്ങ നീരാണെന്നുണ്ടെങ്കിൽ നിറം ഉണ്ടായിരിക്കില്ല. നാരങ്ങ നീര് നിറം ഉണ്ടായിരിക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിങ്ക് കളറായിട്ട് തന്നെയാണ് നാരങ്ങ നീരും മാറുന്നത്. ഇനി സോപ്പ് വെള്ളമാണെന്നുണ്ടെങ്കിൽ പിങ്കാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇളം മഞ്ഞ കളറാണ്. തെളിഞ്ഞ ചുണ്ണാമ്പുവെള്ളത്തിൽ പറഞ്ഞ പോലെ തന്നെ സോപ്പ് വെള്ളം എന്ന് പറയുന്നത് ഇളം മഞ്ഞ കളറാണ്. തെളിഞ്ഞ അപ്പക്കാരിലേതെങ്കിലും പിങ്കും ഇളം മഞ്ഞ കളർ തന്നെയാണ് വരുന്നത്. അപ്പം നമുക്ക് ഏതൊക്കെ വസ്തുക്കളാണ് ആസിഡിൻ്റെ സൂചകങ്ങളായിട്ട് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്? ആസിഡ് ഏതൊക്കെയായിരിക്കും ഇതിൽ? മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നതാണ് ആസിഡിൻ്റെ സൂചകം എന്ന് പറയുന്നത്. മീഥൈൽ ഓറഞ്ച് ആണ് ആസിഡിൻ്റെ സൂചകം എന്ന് പറയുന്നത് ഏതാണ്? മീഥൈൽ ഓറഞ്ച് ആണ്. അതാണ് പിങ്ക് കളർ അല്ലെങ്കിൽ റെഡ് കളറായിട്ട് മാറിയത് അല്ലേ. അപ്പോൾ ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ആസിഡിൻ്റെ സൂചകമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് മീഥൈൽ ഓറഞ്ചും, എന്നാൽ ബേസിൻ്റെ സൂചകമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഫിനോഫ്തലീനുമാണ്. ഫിനോഫ്തലിനാണ് ബേസിൻ്റെ സൂചകമായിട്ട് ഉപയോഗിക്കുന്നത്. മീഥൈൽ ഓറഞ്ചാണ് ആസിഡിൻ്റെ സൂചകമായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ല. നമുക്ക് ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാകുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബേസുകൾ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുമെന്നൊക്കെ പഠിച്ചു അല്ലേ. അവയ്ക്ക് മറ്റെന്തെങ്കിലും പൊതു സ്വഭാവം ഉണ്ടായിരിക്കും, അതായത് ഇവരുടെ രുചിയൊക്കെ എന്തായിരിക്കും എന്നാണ് പറയുന്നത്. വിനാഗിരി, നാരങ്ങാനീരിൻ്റെയൊക്കെ എന്താണ്? എല്ലാ ആസിഡുകൾക്കും എന്താണ്? പുളി രുചിയാണ് അല്ലേ. നമ്മൾ പറഞ്ഞു പുളി രുചിയായിരിക്കും, അതായത് എല്ലാ ആസിഡുകൾക്കും പുളി രുചിയാണ്. അപ്പോൾ വിനാഗിരിക്കും അതുപോലെ തന്നെ മോര്, നാരങ്ങയ്ക്കും എന്താണ്? പുളി രുചിയാണ് ഉണ്ടായിരിക്കുക.
കുളിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ വായിൽ സോപ്പിൻ്റെ അംശം കലർന്നിട്ടുണ്ടോ? അപ്പോൾ എന്താണ് സോപ്പ് കപ്പക്കാരൊക്കെ എന്താണ് രുചി ഒരേപോലെയാണ്, ഇവയ്ക്ക് എന്താണ് കാരരുചിയാണ്. അപ്പോൾ ബേസ് സ്വഭാവമുള്ള ഒരു പദാർത്ഥമാണെന്ന് പറയുന്നത് സോപ്പ് എന്ന് പറയുന്നത്. കാരരുചിയും അല്ലെങ്കിൽ വഴുവഴുപ്പുള്ളതൊക്കെയാണ് ഈ ബേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആസിഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് പുളിയാണെന്ന് പറഞ്ഞു അല്ലേ. എല്ലാ ആസിഡുകൾക്കും പുളി രുചിയാണുള്ളത്, എല്ലാ ബേസുകൾക്കും എന്താണ് കാരരുചിയാണുള്ളത്. എല്ലാ ആസിഡുകൾക്കും പുളി രുചിയാണുള്ളത്, എല്ലാ ബേസുകൾക്കും എന്താണ് കാരരുചിയാണുള്ളത്. ശാസ്ത്രകിറ്റിലെ ഓരോ ദ്രാവകങ്ങളിലും ചിത്രത്തിൽ കാണുന്നത് പോലെ കൈവിരലുകൾ മുക്കി കൂട്ടിയരച്ച് നോക്കുക, എന്തെല്ലാം ദ്രാവകങ്ങൾക്കാണ് വഴുവഴുപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ വഴുവഴുപ്പ് അനുഭവപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വഴുവഴുപ്പ് അനുഭവപ്പെടുന്നതിനൊക്കെ ആയിരിക്കും സോപ്പ് വെള്ളത്തിന് വഴുവഴുപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ അപ്പക്കാര ലായനി, അതുപോലെ തന്നെ ചുണ്ണാമ്പ് വെള്ളം, ചാരവെള്ളിക്കൊക്കെ എന്താണ് വഴുവഴുപ്പാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ വഴുവഴുപ്പ് എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രത്യേകതയാണ്? ബേസുകളുടെ പ്രത്യേകതയാണെന്ന് പറയുന്നത് വഴുവഴുപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഇവിടെ സാർവിക സൂചകം എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ, നമുക്ക് എല്ലാ ദ്രാവകങ്ങളിലും ഒഴിക്കാൻ പറ്റുന്ന ഒരു ഇതിനെയാണ് സാർവിക സൂചകം എന്ന് പറയുന്നത്. ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് സാർവിക സൂചകം. പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണിത്. ഇതിൻ്റെ ഏതാനും തുള്ളി ആസിഡുകളിലോ ബേസുകളിലോ ചേർക്കുമ്പോൾ അവയുടെ സ്വഭാവവും തീവ്രതയും അനുസരിച്ച് പല നിറങ്ങൾ ലഭിക്കുന്നു. കുപ്പിക്ക് പുറത്തുള്ള കളർ ചാർട്ടുമായിട്ട് താരതമ്യം ചെയ്ത് ദ്രാവകത്തിൻ്റെ സ്വഭാവം തീവ്രതയും കണ്ടെത്താം. അതായത് നമുക്കിവിടെ നോക്കിയ ഒരു പിക്ചറിൽ നമുക്ക് എന്താണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട്. ഇത് നമ്മൾ ഓരോന്നിനും ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കളറും നമുക്ക് നൽകിയിട്ടില്ല. ഈ ഓരോ കളറും വെച്ച് നമുക്ക് അത് ആസിഡാണോ ബേസിലാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. കാരണം രണ്ടെണ്ണത്തിലും ഉപയോഗിക്കുന്ന ഒരു കോമൺ ഇൻഡിക്കേറ്റർ ആണല്ലേ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ആണെന്ന് പറയുന്നത് സാർവിക സൂചകം എന്ന് വെച്ചാൽ. ഇനി നമുക്കിവിടെ രണ്ട് പ്രത്യേകതകൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആസിഡും ബേസും തമ്മിലുള്ള താരതമ്യം നോക്കാം അല്ലേ. ആസിഡ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ആസിഡ് എന്ന് വെച്ചാൽ എന്താണ് പുളി രുചി പറഞ്ഞു അല്ലേ. ആസിഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു? പുളി രുചിയാണ് ആസിഡിനുള്ളത്. എന്നാൽ എന്താണ് ബേസിന് എന്താണ് പറഞ്ഞത്? ബേസിനാണെന്നുണ്ടെങ്കിൽ ബേസിന് കാരരുചിയാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? ആസിഡിലാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞു നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നു പറഞ്ഞു. ബേസുകളാണെന്നുണ്ടെങ്കിൽ ചുവപ്പ് ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നു? നീലയാക്കി മാറ്റുന്നു. റെഡിനെ എന്താക്കി മാറ്റുന്നു? ബ്ലൂ ആക്കി മാറ്റുന്നു എന്നും പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് വഴുവഴുപ്പുണ്ടെന്നും പറഞ്ഞു ബേസിനെ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ആസിഡ് എന്ന് വെച്ചാൽ പുളി രുചിയാണ്, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ബേസുകൾ കാരരുചിയാണ്, വഴുവഴുപ്പുണ്ട്, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ലിറ്റ്മസ് ആക്കി മാറ്റുന്നു. ഈ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നവ, അപ്പോൾ ചുവപ്പാക്കുന്നത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞത്? ഏതാണ്? ആസിഡുകളാണ് അല്ലേ. അപ്പോൾ ആസിഡുകളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. പുളിരുചി എന്നതിനെ ലാറ്റിൻ ഭാഷയിൽ അസിഡസ് എന്നാണ് പറയുക. ഇതിൽ നിന്നാണ് ഈ ആസിഡ് എന്ന പദം ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു ആസിഡ് എന്ന് പറയുന്നത് പുളിരുചിയാണ്. അപ്പോൾ അസിഡസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആസിഡ് എന്ന് പറയുന്ന പേര് ഫോം ചെയ്ത. താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാൻ കഴിയുന്നത് ഏതെല്ലാമാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം അല്ലേ. ഓറഞ്ച് നീരെന്ന് പറയുന്നത് എന്താണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കും. അതുപോലെ തന്നെ ഇതിലേതാണ്? ഇരുമ്പമ്പുളി നീര്, അതുപോലെ തന്നെ എന്താണ്? തക്കാളി നീര്, പിന്നെ എന്താണ്? മുന്തിരി നീര് എന്നിവയൊക്കെ എന്താണ്? ആസിഡുകളാണ്. അതായത് ഇവയൊക്കെ എന്താണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നവയാണ്. എന്നാൽ കഞ്ഞിവെള്ളം, കട്ടൻ ചായ എന്നിവയൊക്കെ എന്താണ്? ബേസുകളായിരിക്കും. അതായത് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കി മാറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നതാണ് ഓറഞ്ച് നീരും, അതുപോലെ തന്നെ നമ്മൾ ഇരുമ്പുളി നീര്, മുന്തിരി നീര്, തക്കാളി നീരൊക്കെ പറഞ്ഞു. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു? ഇവയ്ക്ക് പൊളിരുചി ഉള്ളതിനാൽ അവിടെ എന്താണ്? ആസിഡുകൾ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആസിഡുകളാണ് എന്ത് ചെയ്യുന്നത്? നീല ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നത്? നീല ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നു? റെഡ് ലിറ്റ്മസ് അല്ലേ, ചുവന്ന ലിറ്റ്മസ് ആക്കി മാറ്റുന്നത് എന്താണ്? ഇരുമ്പുളി, അതായത് ആസിഡുകളാണ്. ഇനി ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്? പുളിരുചിയുള്ള ഭക്ഷ്യവസ്തുക്കളെല്ലാം ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. മിക്ക പഴങ്ങളിൽ ഒന്നിലധികം ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നോക്കിയൊക്കെ മോര്, തൈരിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. മോര്, തൈര് എന്ന് വെച്ചാൽ എന്താണ്? ലാക്റ്റിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത്. വിനാഗിരിയിൽ എന്താണ്? അസറ്റിക് ആസിഡാണ്. നാരങ്ങയിൽ സിട്രിക് ആസിഡ്. വാളംപുളിയിൽ എന്താണ്? ടാർട്ടാറിക് ആസിഡ്. ആപ്പിൾ മാലിക് ആസിഡ്. നെല്ലിക്ക അസ്കോർബിക് ആസിഡ്. തക്കാളി ഓക്സാലിക് ആസിഡ്. അപ്പോൾ എന്തൊക്കെയാണ്? മോര്, തൈര് ലാക്റ്റിക് ആസിഡ്, വിനാഗിരി അസറ്റിക് ആസിഡ്, നാരങ്ങ സിട്രിക് ആസിഡ്, വാളംപുളി ടാർട്ടാറിക് ആസിഡ്, ആപ്പിൾ മാലിക് ആസിഡ്, നെല്ലിക്ക അസ്കോർബിക് ആസിഡ്, തക്കാളി ഓക്സാലിക് ആസിഡ്. ഇനി നെല്ലിക്കയിലും ആസിഡാണ്. നമ്മൾ പറഞ്ഞല്ലോ നെല്ലിക്കയിൽ അസ്കോർബിക് ആസിഡാന്ന് പറഞ്ഞില്ലേ. നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട് നമുക്കറിയാം. ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് എന്താണ്? അസ്കോർബിക് ആസിഡാണ്. ഇതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നെല്ലിക്കയ്ക്ക് എന്താണ്? പുളി രുചി ലഭിക്കുന്നത്. അസ്കോർബിക് ആസിഡുള്ള കാരണം നെല്ലിക്കയ്ക്ക് ഒരു പുളി രുചി ഉള്ളത്. വൈറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ളത് ഇതിലാണ്? നെല്ലിക്കയിലാണ്.
ഇനി പാല് തൈരാകുമ്പോൾ പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭക്ഷ്യ ഉൽപ്പന്നമാണല്ലേ തൈര് എന്ന് പറയുന്നത്. തൈരിന് പുളിരുചി ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട് അല്ലേ. ഇതിനെന്തായിരിക്കും കാരണം? അവിടെ ആസിഡ് ഉണ്ടായിരിക്കും, ആസിഡിൻ്റെ സാന്നിധ്യമായിരിക്കും. പാൽ തൈരാകുമ്പോൾ എങ്ങനെയാണ് അതിന് ആസിഡ് സ്വഭാവം വരുന്നത് നമുക്ക് നോക്കാം. പാലിനെ തൈരാക്കി മാറ്റാൻ തിളപ്പിച്ചാറിയ പാലിൽ അല്പം എന്തൊഴിക്കും? തൈര് ഒഴിക്കും അല്ലേ. ഈ തൈരിൽ എന്താണ്? ലാക്ടോബേസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. എന്താണ്? ലാക്ടോബേസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടായിരിക്കും. ഈ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡാണ് തൈരിന് പുളിരുചി ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഈ ലാക്ടോബേസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ എന്താക്കി മാറ്റാണ്? ലാക്റ്റിക് ആസിഡാക്കി മാറ്റാണ് അല്ലേ. ഈ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പാലിലും തൈരിലൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഈ അങ്ങനെ ഉണ്ടാകുന്ന കാരണമാണ് തൈരിന് പുളിരുചി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ എന്താണ്? പാൽ അല്ലെങ്കിൽ തൈര് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് ആസിഡാണെന്ന് പറയുന്നതിന് കാരണം. ഇവിടെ ലാക്ടോബേസിലസ് ബാക്ടീരിയയുടെ പിക്ചർ നൽകിയിരുന്നത്. ഇനി ലബോറട്ടറികളിലെ ആസിഡുകളും ബേസുകളും. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയ ആസിഡുകൾ എന്താണ്? വീര്യം കുറഞ്ഞവയായിരിക്കും. എന്നാൽ ലബോറട്ടറികളിൽ സാധാരണ ഉപയോഗിക്കുന്ന പല ആസിഡ് ബേസുകൾ എന്താണ്? വീര്യം കൂടിയവയായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആസിഡുകൾ അറിയുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ് ഒക്കെ എന്താണ്? ആസിഡുകളാണ്. ബേസുകൾ ഏതൊക്കെയാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ചുണ്ണാമ്പ്, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് പൊട്ടാഷ്. കാസ്റ്റിക് സോഡ എന്ന് വെച്ചതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് പൊട്ടാഷ് എന്ന് വെച്ചതാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ചുണ്ണാമ്പ് എന്ന് വെച്ചതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി ആസിഡ് വീണ് കണ്ണിന് പരിക്കേറ്റെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതായത് ആസിഡ് എന്ന് പറയുന്നത് കുറച്ച് മാരകമായ സംഭവമാണ്. അപ്പോൾ നമ്മൾ ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം. കൈകൊണ്ട് തൊടരുത്, മണത്ത് നോക്കാൻ പാടില്ല, രുചിച്ച് നോക്കരുത്. കുപ്പിയിൽ നിന്ന് എടുക്കാൻ ഡ്രോപ്പർ ഉപയോഗിക്കണം. ടെസ്റ്റ് ട്യൂബ് പിടിക്കാനായിട്ട് ഹോൾഡർ ഉപയോഗിക്കണം. ഇനി ആസിഡ് വീണാൽ എന്താണ് ചെയ്യുക? വീര്യം കൂടിയ ആസിഡുകൾക്ക് ജലാംശം വലിച്ചെടുക്കുവാനും താപം പുറത്തുവിടാനും കഴിവേണ്ട. അപ്പോൾ ശരീരത്തിൽ വീണാൽ എന്ത് സംഭവിക്കും? പൊള്ളലുണ്ടാകും. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറേ സമയം ഒഴിക്കുകയാണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. പൊള്ളൽ ഗുരുതരമാണെന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം. ആസിഡ് വീഴാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കുക അല്ലേ. ആസിഡുകൾക്ക് എന്താണ് കഴിവ്? ജലാംശം പെടുന്ന വലിച്ചെടുക്കുവാൻ താപം പുറത്തുവിടാനും ചാൻസ് ഉണ്ട്. അത് കാരണമാണ് പൊള്ളലേൽക്കുന്നത്. ഇനി ഉറുമ്പ് കടിക്കുമ്പോൾ ഉറുമ്പിൻ്റെ ശരീരത്തിൽ എന്താണുള്ളത്? ഫോർമിക് ആസിഡാണ് ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ളത്. ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് ശരീരകോശങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം. അപ്പോൾ ഉറുമ്പിൻ്റെ ശരീരത്തിൽ എന്തുണ്ട്? ഫോർമിക് ആസിഡ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ശരീരകോശങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന കാരണമാണ് ചെറിയൊരു വേദന ഉണ്ടാകുന്നത്. വീട്ടിൽ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളും ബേസുകളും ഉപയോഗിച്ചാണ് നിങ്ങൾ ഇതുവരെ പരീക്ഷണം നടത്തില്ല. ലബോറട്ടറിയിലാണെന്നുണ്ടെങ്കിൽ ഏതെല്ലാമാണ് ആസിഡുകളും ബേസുകളായിട്ട് എടുക്കുക എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഏതാണ് ആസിഡും ബേസായിട്ട് എടുക്കുന്നത്? ഓക്കെ ഇവിടെ നമുക്ക് മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിനൊക്കെയാണ് കൂടുതലായിട്ട് എടുക്കുക അല്ലേ. ആസിഡും ബേസിനും തിരിച്ചറിയുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന സൂചികൾ എന്തൊക്കെയാണ്? മീഥൈൽ ഓറഞ്ചും ഫിനോഫ്തലിനാണ്. അപ്പോൾ ഈ മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ആണെന്നുണ്ടെങ്കിൽ മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇളം ചുവപ്പ് നിറയ്ക്കാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ഇളം ചുവപ്പ് നിറം അല്ലെങ്കിൽ പിങ്ക് കളറാണ് ഉണ്ടായിരിക്കുക. സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും മഞ്ഞ കളറായിട്ടാണ് മാറുന്നത്. ഇനി ഫിനോഫ്തലിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അതായത് ആസിഡില്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിലും സൾഫ്യൂരിക് ആസിഡിൽ നിറം ഉണ്ടായിരിക്കില്ല. സോഡിയം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൽ എന്ത് കളറായിട്ട് മാറും? പിങ്ക് കളറായിട്ട് മാറും. ഇനി നീല ലിറ്റ്മസ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ചുവപ്പാണ്. റെഡാണ്. ആസിഡിലാണെന്നുണ്ടെങ്കിൽ റെഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ് നിറവ്യത്യാസം ഉണ്ടായിരിക്കുക? സോഡിയം ഹൈഡ്രോക്സൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും നിറം ഉണ്ടായിരിക്കില്ല. ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിലാണെന്നുണ്ടെങ്കിൽ ആസിഡിലൊന്നും നിറവ്യത്യാസം ഉണ്ടായിരിക്കില്ല. എന്നാൽ സോഡിയം ഹൈഡ്രോക്സൈഡിലും അതുപോലെ തന്നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും ഹൈഡ്രോക്സൈഡിലും എന്താണ് ഉണ്ടായിരിക്കുക? നീല കളറാണ് ഉണ്ടായിരിക്കുക. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് ശരീരത്തിനുള്ളിലും ആസിഡോ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. HCl എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് അല്ലേ. ആഹാരത്തിൽ ദഹനത്തിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. ചിലരിൽ ഇതിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിന് ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അസിഡിറ്റി എന്ന് വെച്ചാൽ HCl കൂടുമ്പോഴാണ് അസിഡിറ്റി ഉണ്ടാകുന്നത്. ആമാശയത്തിനുള്ളിലെ നീറ്റൽ, നെഞ്ചിരിച്ചിൽ, പുളിച്ചുരുകട്ടൽ, മലബന്ധം എന്നിവ ആസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. ആസിഡിനെ നിർവീര്യമാക്കുന്ന ആസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർമാർ ഇതിന് പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ആസിഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആസിഡ് ഇല്ലാതാകും. HCl കൂടുമ്പോഴാണ് ഈ അസിഡിറ്റി ഉണ്ടാകുന്നത്. ഇനി ആസിഡും ലോഹങ്ങളും. ആസിഡുകളുടെ രണ്ട് സവിശേഷതകൾ നമ്മൾ പഠിച്ചു അല്ലേ.
മഗ്നീഷ്യം റിബൺ വായുവിൽ കത്തിക്കുന്ന പരീക്ഷണം മുൻ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ടല്ലോ. ഇരുമ്പ്, ചെമ്പ് എന്നിവ പോലെ മറ്റൊരു ലോഹമാണെന്ന് പറയുന്നത് മഗ്നീഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ വിനാഗിരി എടുക്കുക, അതിലേക്ക് മഗ്നീഷ്യം റിബൺ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇട്ട് നോക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിൽ വിനാഗിരിയും അതുപോലെ തന്നെ ഈ മഗ്നീഷ്യം കൂടി കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? എന്തായിരിക്കും സംഭവിക്കുക? നിറമില്ലാത്തതും മണമില്ലാത്തതുമായ ഒരു വാതകം പുറത്തേക്ക് വരും. അപ്പോൾ ഒരു തീ കാണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചെറിയ ശബ്ദത്തോടെ അത് വാതകം കത്തും. അതായത് നമ്മൾ തീ കാണിക്കാൻ പറഞ്ഞില്ലേ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിറമില്ലാത്ത മണമില്ലാത്തൊരു വാതകം വരും. എന്നിട്ട് അത് തീ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെറിയ ശബ്ദത്തോടെ വാതകം കത്താണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നതാണ് ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ചോദിക്കാറുണ്ട്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ആസിഡ് എന്ന് പറയുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായിട്ട് എടുക്കാം? ആസിഡ് എന്ന് പറയുമ്പോൾ HCl എടുക്കാം അല്ലേ? HCl എന്ന് പറയുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? ലോഹവുമായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ZN എടുക്കാം, സിങ്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് എന്താണ്? ഹൈഡ്രജൻ വാതകമാണ് കിട്ടുന്നത്. അതായത് എന്തായിട്ട് മാറും? ZnCl, സിങ്ക് ക്ലോറൈഡ് പ്ലസ് എന്ത് സംഭവിക്കും? ഹൈഡ്രജൻ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഹൈഡ്രജൻ വാതകമാണ് ഇവിടെ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. തീ കാണിച്ചപ്പോൾ ചെറിയ ശബ്ദത്തോടെ കത്തി എന്ന് പറഞ്ഞു അല്ലേ? ആ വാതകം എന്താണ്? ഹൈഡ്രജനാണ്. അപ്പോൾ മറ്റു ലോഹങ്ങളും ആസിഡുകളും ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിച്ചാൽ സംഭവിക്കുമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ഉണ്ടാകും. അപ്പോൾ ഈ കത്തുന്ന വാതകം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഹൈഡ്രജനാണ്. കത്തുന്ന വാതകം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഹൈഡ്രജനാണ് കത്തുന്ന വാതകം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഹൈഡ്രജനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്ന ഒരു ഭാഗമാണ് ഹൈഡ്രജനും ഓക്സിജനും അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ എന്ന് വെച്ചാൽ എന്താണ്? ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം എന്ന് പറഞ്ഞ് ചോദിച്ചാൽ എന്താണ്? ഹൈഡ്രജൻ ആണ്. അതിനാൽ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഉയർന്നു പോകും. റോക്കറ്റുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഭാരം കുറഞ്ഞ വാതകമാണ്. അതുപോലെ തന്നെ റോക്കറ്റുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളും ഇന്ന് നിലവിലുണ്ട്. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലെ പരീക്ഷണാർത്ഥം ഒരു ഹൈഡ്രജൻ ബസ് നിരത്തിൽ ഇറക്കി കഴിഞ്ഞു. ഹൈഡ്രജൻ എന്ന് വെച്ചാൽ എന്താണ്? ഹൈഡ്രോജൻ എന്നാണല്ലേ വരുന്നത്. ഹൈഡ്രോ അതായത് വാട്ടർ, ജെൻ എന്ന് വെച്ചാൽ എന്താണ്? ജനറേറ്റ് എന്നൊക്കെ പറയാം അല്ലേ? അതായത് ജലത്തെ, ഹൈഡ്രജൻ എന്നാണ് വെള്ളമാണ്. അപ്പോൾ ജലത്തെ ഉൽപ്പാദിപ്പിക്കുന്ന അർത്ഥം വരുന്നതാണ് ഹൈഡ്രജൻ. ജലം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഹൈഡ്രജൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാൽ ജലം ഉണ്ടാകും. നമുക്കറിയാം അല്ലേ? ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ എന്തായിട്ടുണ്ടാകും? ജലം ഉണ്ടാകും എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനാക്കാനായിട്ട് പറ്റും. നേരെ തിരിച്ചല്ലേ? ജലത്തെ വിഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനായിട്ട് മാറ്റാനായിട്ട് പറ്റും. ഭാവിയുടെ ഊർജ്ജ വാഗ്ദാനമാണ് ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആസിഡിലെ പൊതു സ്വഭാവങ്ങൾ പറഞ്ഞത്? പുളിരുചി ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ആസിഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്? പുളിരുചിയാണെന്ന് പറഞ്ഞു. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പോയിന്റ് കൂടി പറഞ്ഞു അല്ലേ? ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾ ആസിഡിൻ്റെ കേസിൽ പറഞ്ഞു. അച്ചാറുകൾ സൂക്ഷിക്കാനായിട്ട് ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. എന്ത് കാരണമാണ്? ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുന്നത് കാരണമാണ് അച്ചാറുകൾ സൂക്ഷിക്കാനായിട്ട് ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാത്തത്. അതുപോലെ തന്നെ തൈര്, മോര് ഇവ ചേർത്ത കറികൾ ഉണ്ടാക്കാൻ മൺപാത്രങ്ങളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ആസിഡുകളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? അച്ചാറുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ്? തൈര്, മോര് എന്നിവ ചേർത്ത കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൺപാത്രങ്ങളാണല്ലോ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറയാൻ ആവശ്യങ്ങൾ? എന്തൊക്കെയാണ്? അച്ചാറുകൾ പാചക ആവശ്യങ്ങൾക്ക്, ഭക്ഷ്യ സംസ്കരണത്തിന്, കാർപ്പറ്റ് ഒക്കെ കറകൾ നീക്കം ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? വിനാഗിരിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പിന്നെ അതുപോലെ തന്നെ പശകളെ ലയിപ്പിച്ചിട്ട് ലേബലുകളും സ്റ്റിക്കറുകളൊക്കെ നീക്കം ചെയ്യുവാനായിട്ട് വിനാഗിരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം വിനാഗിരി ഉപയോഗിക്കുന്നതൊക്കെയാണ് കാർപ്പറ്റ്, അപ്ഹോൾസ്റ്ററി മുതലായവയിൽ നിന്നും കറകൾ നീക്കം ചെയ്യുവാനും, അതുപോലെ പശകളെ ലയിപ്പിച്ച് ലേബലുകളും സ്റ്റിക്കറുകളും നീക്കം ചെയ്യുവാനും, അതുപോലെ അച്ചാറുകളിലും പാചക ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്? വിനാഗിരി ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്നിനും ഉപയോഗം നോക്കാം. അസറ്റിക് ആസിഡ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഇതാണ് വിനാഗിരി തന്നെയാണ് അല്ലേ? നമ്മൾ പറയുന്നത് അച്ചാറുകളിലും പാചക
പാചക ആവശ്യങ്ങൾക്കും ഭക്ഷ്യ സംസ്കരണത്തിന് ഉപയോഗിക്കുന്നു. ഇനി ഫോർമിക് ആസിഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോർമിക് ആസിഡ് റബ്ബർ പാല് കട്ടിയാകുന്നതിനാണ് ഫോർമിക് ആസിഡ് ഉപയോഗിക്കുന്നത്. റബ്ബർ പാല് കട്ടിയാകുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഫോർമിക് ആസിഡാണ്. ഇനി സിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് വാട്ടർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. ഇമ്പോർട്ടൻ്റ് 2 ടേബിൾ പഠിച്ചേക്കുക. നൈട്രിക് ആസിഡ് രാസവളം, പെയിൻറ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ടാനിക് ആസിഡ് തുകൽ മഷി എന്നിവ നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് എന്തിനാണ്? അച്ചാറുകളിലും പാചക ആവശ്യങ്ങളിലും ഭക്ഷ്യ സംസ്കരണത്തിന് ഉപയോഗിക്കുന്നു. ഫോർമിക് ആസിഡ് റബ്ബർ പാൽ കട്ടിയാകുന്നതിന് ഉപയോഗിക്കുന്നു. സിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിനും, അതുപോലെ തന്നെ നൈട്രിക് ആസിഡ് രാസവളം, ചായങ്ങൾ എന്നിവ നിർമ്മിക്കുവാൻ. ടാനിക് ആസിഡ് തുകൽ മഷി എന്നിവ നിർമ്മിക്കുവാൻ. കാർബോണിക് ആസിഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സോഡയിലും അതുപോലെ തന്നെ ശീതള പാനീയങ്ങളിലൊക്കെയാണ് കാർബോണിക് ആസിഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആസിഡിൻ്റെ ഉപയോഗങ്ങൾ, കുറച്ച് ആസിഡുകളും അതിൻ്റെ ഉപയോഗങ്ങളും പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് കുറച്ച് ബേസുകൾ നോക്കിയാലോ. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നതിനാണ് ഗ്ലാസ് നിർമ്മാണത്തിനും മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കുവാനാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നത്. ഗ്ലാസ് നിർമ്മാണത്തിനും മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കുവാനും ഉപയോഗിക്കുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കുന്നതിനായിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു. അലുമിനിയം, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മരുന്നുകളിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഗ്ലാസ് നിർമ്മാണത്തിനും മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കുവാനും, സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കുന്നതിനായിട്ട്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കുന്നതിനായിട്ട്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്നിവയൊക്കെ മരുന്നുകളിലാണ് ഉപയോഗിക്കുന്നത്. ഒക്കെയാണല്ലോ. അപ്പോൾ ഇതാണ് ആസിഡിൻ്റെ ബേസിനെ കുറിച്ചിട്ടുള്ള ഉപയോഗങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ആസിഡിൻ്റെ ബേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി നെക്സ്റ്റ് പറയുന്നത് സോപ്പ് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണമെങ്കിൽ വായിച്ച് നോക്കി പോകാം കേട്ടോ. അതുപോലെ തന്നെ മഞ്ഞൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രകൃതിദത്ത സൂചകമാണെന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ചെമ്പരത്തി പൂവൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ മഞ്ഞൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രകൃതിദത്ത സൂചകമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ആസിഡും ബേസുകളും ഏതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. അപ്പോൾ അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.